ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബാബ ഭക്തരായ നമ്മളിൽ എത്ര പേർക്ക് ബാബയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കല്ലിനെ കുറിച്ച് അറിയാമെന്നാണ് കേട്ടോ. പലർക്കും അതിൻ്റെ യഥാർത്ഥ കഥ എന്താണെന്നൊന്നും അറിയില്ല. ആകെ കൂടെ അറിയാവുന്നത് സായി സച്ചരിത്രയിലെ ആ ഒരു കല്ലിനെ കുറിച്ചും ആ കല്ല് തറയിൽ ഒരു ബാബയുടെ ഒരു ഡിവോട്ടി അവിടെ മസ്ജിദ് തൂത്തുവാരുന്ന സമയത്ത് അത് താഴെ വീഴുകയും അപ്പോൾ ബാബ പറഞ്ഞു, ഇത് വെറും ഒരു കല്ലല്ല, എൻ്റെ വിധിയാണ് ഇവിടെ പൊട്ടിപ്പോയതെന്ന് പറയുന്നത് ആ ഒരു ഭാഗം മാത്രമായിരിക്കും പലർക്കും അറിയാവുന്നത്. അപ്പോൾ അതിന് പിന്നിൽ ഒരു കഥയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. കാരണം ഇത് ഇപ്പോൾ പറയുമ്പോഴും എനിക്ക് എത്രമാത്രം അതിനെ വിവരിക്കാൻ സാധിക്കുമെന്നും എനിക്കറിയില്ല. കാരണം ആ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു കല്ലിൻ്റെ പുറകിലുള്ള ഒരു ഐതിഹ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നും കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം. ബാബ സായി സച്ചരിത്രയിൽ ബാബയുടെ ഗുരുവിനെക്കുറിച്ച് പലയിടങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ ബാബ എല്ലാമായി കണ്ടിരുന്ന ബാബയുടെ ഒരു ഗുരു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാബയുടെ ഒരു ഏർലി സ്റ്റേജ് ഏജിൽ ബാബ ഗുരുവിനൊപ്പം താമസിക്കുകയും അവിടെ നിന്ന് ഗുരുവിൽ ചേർന്ന് ഒരുപാട് ഗുരുവിൻ്റെ മഹിമകളെക്കുറിച്ച് കേൾക്കുകയും ആ ഗുരുവിനോടൊപ്പമായിരുന്നു ബാബയുടെ താമസം. അപ്പോൾ ബാബയെ കൂടാതെ വേറെ കുറേ ശിഷ്യരുണ്ടായിരുന്നു ആ ഗുരുവിന്. പക്ഷേ ഗുരു ബാബയിൽ എന്തോ ഒരു സവിശേഷതയുണ്ടെന്നും തൻ്റെ ശിഷ്യരിൽ വെച്ച് ഒരു പ്രത്യേകത ബാബയ്ക്കുണ്ടെന്ന് മനസ്സിലാക്കിയ ഗുരു ബാബയ്ക്കൊരു പ്രത്യേക പരിഗണന എല്ലാ ശിഷ്യന്മാരിൽ നിന്നും ബാബയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ആ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ബാബയ്ക്കും ഗുരുവിനോട് അത്രമേൽ ബഹുമാനമായിക്കോട്ടെ, സ്നേഹമായിക്കോട്ടെ, മറ്റെല്ലാ ശിഷ്യരിൽ നിന്നും ബാബയ്ക്കും ഗുരുവിനോടുള്ള ഒരു കാഴ്ചപ്പാടിലും ഗുരുവിൻ്റെ ആ ഒരു സാമീപ്യത്തിലും ബാബയ്ക്കും ഗുരുവിനോടൊരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള ഈ ഒരു അടുപ്പമെന്ന് പറയുന്നത് കൂടെയുള്ള ശിഷ്യന്മാർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. അവർക്ക് അസൂയയെന്നോ അല്ലെങ്കിൽ എന്തിനാണ് ഗുരു ഈ ഒരു ശിഷ്യന് മാത്രം ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ആലോചിച്ച് ആ എല്ലാ ശിഷ്യന്മാരും വളരെ അസ്വസ്ഥമായിരുന്നു. അതുമാത്രമല്ല, അവർ ബാബയെ എങ്ങനെയെങ്കിലും ഒന്നുകിൽ ഈ ഗുരുകുലത്തിൽ നിന്നും ബാബയെ പറഞ്ഞു വിടണം, ഇവർ രണ്ടുപേരും തമ്മിലൊരു പിണക്കമുണ്ടാവുകയും അതുവഴി ഇവർ രണ്ടുപേരും പിരിയുകയും ചെയ്യണം, അല്ലെങ്കിൽ ബാബയെ ഇല്ലാതാക്കണം. ഇതായിരുന്നു അവരുടെ ഒറ്റ ലക്ഷ്യം, ബാക്കിയുള്ള എല്ലാ ശിഷ്യന്മാരുടെയും. അതിനുവേണ്ടി അവർ ഓരോ സാഹചര്യവും അതിനൊത്ത സാഹചര്യം വരുന്നത് വരയ്ക്കും അവർ കാത്തിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗുരുവിനിത് മനസ്സിലാവുകയാണ്. കൂടെയുള്ള മറ്റ് ശിഷ്യന്മാർക്ക് ബാബയെ അത്ര താല്പര്യമില്ലെന്നും അവർ മുഖേന ബാബയ്ക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചേക്കാം എന്നുള്ളത് ഗുരു മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി ഈ ശിഷ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് ബാബയെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി അവർ ചെയ്തത് ഒരു ചെങ്കല്ലെടുത്ത് ബാബ ഇരുന്നതിന് നേർക്ക് നോക്കി അവരെറിഞ്ഞു. പക്ഷേ ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ഗുരു ചെയ്തത് ബാബയുടെ തലയിൽ ആ ഒരു കല്ല് വന്ന് കൊള്ളുന്നതിന് മുൻപ് തന്നെ തൻ്റെ തല കാട്ടിക്കൊടുത്തു എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു കല്ല് ചെന്ന് പതിച്ചത് ഗുരുവിൻ്റെ തലയിലായിരുന്നു. ഇത് കണ്ട ബാബയ്ക്ക് വല്ലാത്ത സങ്കടമുണ്ടായി. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയാണ്. വല്ലാതെ അദ്ദേഹം ഗുരുവിൻ്റെ ആ ഒരു അവസ്ഥ കണ്ട് വല്ലാതെ വിഷമിക്കുകയും താൻ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്നും ഒരു ഭാഗം കീറി ആ ഒരു മുറിവിനെ കെട്ടിക്കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഗുരു ബാബയോട് ചോദിച്ചു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് നീ. എന്നിരിക്കെ ഇപ്പോൾ നിനക്കെന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. എൻ്റെ സ്വത്തുക്കളായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, ഇവിടെയുള്ള വിലപിടിപ്പുള്ള എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് നൽകാം. നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. കാരണം ഇത്രത്തോളം ഗുരുവിനോട് ഭക്തിയും ബഹുമാനവും സ്നേഹവുമുള്ള നിന്നെപ്പോലൊരു ശിഷ്യനെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്തായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ചോദിക്കുന്നത് എന്തും ഞാൻ നിനക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ തരും എന്ന് പറഞ്ഞു. പക്ഷേ ബാബയ്ക്ക് ആ ഒരു ഗുരുവിൻ്റെ ആ ഒരു ദയനീയ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ ബാബയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ ബാബ പറഞ്ഞത്, എനിക്ക് വേറൊന്നും തന്നെ ആവശ്യമില്ല, വിലപിടിപ്പുള്ളതൊന്നും ആവശ്യമില്ല. വിലപിടിപ്പെന്ന് ഞാൻ സ്വയം വിശേഷിപ്പിക്കുന്നത് എൻ്റെ ഗുരുവിനോടൊപ്പം എനിക്ക് കഴിയാൻ സാധിച്ചതും ഗുരുവിൻ്റെ സാമീപ്യവും മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ബാബ പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞത്, അല്ല, നീ എന്തെങ്കിലും എന്നോട് ചോദിച്ചേ മതിയാകൂ എന്ന് പറയുന്ന സമയത്ത് ബാബ ചോദിച്ചത് രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, ആ ഗുരുവിൻ്റെ തലയിൽ കെട്ടിവച്ചിരിക്കുന്ന ആ മുറിവിന് വേണ്ടി കെട്ടിവച്ചിരിക്കുന്ന ആ ഒരു തുണിയും ഒപ്പം ഗുരുവിൻ്റെ തലയ്ക്ക് ആ പരുക്ക് പറ്റിയ ആ കല്ലും മാത്രമായിരുന്നു കേട്ടോ. ഇത് രണ്ടും മാത്രം എനിക്ക് മതിയെന്നാണ് ബാബ പറഞ്ഞത്. ഇത് രണ്ടും ഗുരു കൊടുക്കുകയും ചെയ്തു. ഒപ്പം തന്നോട് ഇത്രയും സ്നേഹം നിറഞ്ഞ ഒരു തൻ്റെ ശിഷ്യന് വേണ്ടിയിട്ട്
ഗുരു പറഞ്ഞത്, ഞാൻ എനിക്കറിയാവുന്ന എല്ലാ മന്ത്രശക്തിയും എന്നിലെ എന്തൊക്കെ സവിശേഷതകളാണോ എന്നിലുള്ളത് അതെല്ലാം ഇന്നു മുതൽ നിന്നിൽ വന്നു ചേരുമെന്ന് ഗുരു പറഞ്ഞു. ഒപ്പം ഗുരു ഒരു കാര്യം കൂടി പറഞ്ഞു, ഇന്ന് എൻ്റെ ഈ സമാധി ദിവസമാണ്. ഇന്ന് ഞാൻ വളരെ വൈകാതെ സമാധിയാകും. അപ്പോൾ ഞാനിപ്പോൾ നിനക്ക് നൽകിയിരിക്കുന്ന ആ ഒരു കല്ല് കൊണ്ടാണ് ഞാൻ സമാധിയാകുന്നത്. അതുപോലെ ഈ ഒരു കല്ല് എന്നാണോ നിന്നിൽ നിന്ന് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതിന് ഒരു നാശം സംഭവിക്കുകയോ ചെയ്യുന്നത്, അന്നാണ് നിൻ്റെയും സമാധിയെന്ന് ബാബയ്ക്ക് മുൻകൂട്ടി ഗുരു അറിയിച്ചിരുന്നു കേട്ടോ. അതിനുശേഷം ഗുരു ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാനിപ്പോൾ സമാധിയാകും. അതിനുശേഷം നിൻ്റെ വാസസ്ഥലം എന്ന് പറയുന്നത് ഗോദാവരി കടന്ന് ഷിരടി എന്ന ഗ്രാമത്തിലാണ് ഇനി മുതൽ നീ ഉണ്ടാകേണ്ടത്. ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി എങ്ങനെയൊക്കെയാണോ ഞാൻ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നത്, അങ്ങനെയായിരിക്കണം ഇനി നിന്നെ തേടി വരുന്നവർക്ക് വേണ്ടി നീയും പ്രവർത്തിക്കേണ്ടത്. ഇനി നിൻ്റെ പ്രവൃത്തി സ്ഥലം എന്ന് പറയുന്നത് ഷിരടിയാണെന്ന് പറഞ്ഞ് ബാബയെ ഷിരടിയിലേക്ക് അയക്കുകയായിരുന്നു ഗുരു. അപ്പോൾ ബാബയുടെ സമാധി വരയ്ക്കും, ആ കല്ല് തറയിൽ വീഴുന്ന ഉടയുന്നത് വരയ്ക്കും ബാബ കൂടെ ഒരു നിധി പോലെ കൊണ്ടു നടന്നതായിരുന്നു ആ ഒരു കല്ല്. ആ ഒരു കല്ലെന്ന് പറയുമ്പോൾ വെറും ഒരു കല്ലാണല്ലേ, പക്ഷേ ബാബയുടെ കയ്യിലെത്തി ഗുരു തന്നിൽ ഏൽപ്പിച്ചതാണെന്ന് ഉള്ള വിശ്വാസത്തിൽ ആ ഗുരുവിൻ്റെ ഒരു പ്രസൻസിന് ബാബ അതിന് വല്ലാത്തൊരു പ്രാധാന്യം കൊടുത്ത് കൊണ്ടു നടന്ന ഒരു കല്ല്. ആ ഒരു വിശ്വാസത്തിൽ തന്നെ അതിനൊരു മാഹാത്മ്യമുണ്ടല്ലേ. അതുപോലെയാണ് ബാബയിൽ നമ്മൾ വെറുതെ വിശ്വസിച്ചാൽ പോരാ, നമ്മളോടൊപ്പം ബാബ സദാസമയം ഉണ്ടെന്നും എന്ത് തന്നെ പ്രോബ്ലംസ് വന്നിരുന്നാൽ പോലും ബാബ എന്ന പ്രസൻസ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് വലിയൊരു പ്രൊട്ടക്ഷനാണ് അതെന്ന് വിശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ ഭക്തിയും ബാബ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ആ കല്ലുപോലെ ആകുമെന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത്രയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ബാബ ചോദിച്ചത് എന്താണ്? വെറും രണ്ട് കാര്യങ്ങളാണല്ലേ, കല്ലും ആ ഒരു തുണിയും മാത്രമാണ്. ആ ബാബയ്ക്ക് നമ്മൾ വില കൂടി ഒന്നും കൊടുക്കേണ്ടതില്ല. നമ്മുടെ നിഷ്കളങ്കമായ ഭക്തി മാത്രം മതിയാകും. സദാ ബാബയെ നമ്മൾ മനസ്സിലോർത്താൽ മതിയാകും. ബാബ നമുക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഡിവോട്ടീസായ എല്ലാവരും ഈ ഒരു കഥ എപ്പോഴും മനസ്സിൽ ഓർമ്മിക്കുക കേട്ടോ. ബാബയുടെ ഗുരുവിനോടുള്ള ഒരു ഭക്തി അതാകണം നമുക്കും ബാബയോടുണ്ടാകേണ്ടതെന്ന് എപ്പോഴും മനസ്സിൽ വിശ്വസിക്കുക. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ബാബ എല്ലാവിധ നന്മകളും തരട്ടെ. ഓം സായിറാം.